ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിക്കുട്ടി മാമച്ചായനും ഗ്രേസമ്മയൊക്കെ തിരിച്ചു പോകുന്ന കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രനാണെങ്കിലും ആകെ ദേഷ്യത്തിൽ വണ്ടി ഓടിച്ച് പോകുന്ന കാണിക്കുന്നത്. പിന്നീട് അലീന ബാലേന്ദ്രൻ്റെ റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് എന്തൊക്കെയോ സംശയമാവുന്നുണ്ട്. പിന്നീട് റൂമൊക്കെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിനോട്, ബാലചന്ദ്രൻ സാറ് പോയി എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, അവൻ എപ്പോഴും ഇങ്ങനെ ഊണ് കഴിച്ച് കഴിഞ്ഞ് പോകുന്നതല്ലേന്ന്. അപ്പോൾ ഒന്ന് മയങ്ങി എണീറ്റ് ശേഷം ലെമൺ ടീ കുടിക്കാതെ സാറ് പോവാറില്ല എന്ന് പറയും. അപ്പോൾ ഇന്നവന് വേണ്ടായിരിക്കും ആ ടീ എന്ന് പറയട്ടെ മുത്തശ്ശി. അപ്പോൾ എന്തായാലും എന്നോട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഡോറ് ക്ലോസ് ചെയ്യാനൊക്കെ പറയുന്നതാണ്, അതും എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ല എന്ന് പറയും. അവൻ മറന്നു പോയതായിരിക്കുമെന്ന് മുത്തശ്ശി പറയാണ് കേട്ടോ. അവൻ രാത്രി ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയുമ്പോൾ ഇത് അതുപോലെയല്ല, റൂമിൻ്റെ വാതിലും അടച്ചിട്ടില്ല. റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടേക്ക് എന്തൊക്കെയോ ആകെ വാരി വലിച്ചിട്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു വശപ്പിശകുള്ള പോലെ തോന്നുന്നുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ കാർ എടുത്തിട്ടുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ കാറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയും. എന്നാൽ പിന്നെ അവൻ രാത്രി ഇങ്ങോട്ട് വന്നോളും എന്ന് മുത്തശ്ശി അലീനേനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തി വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ബബിതയാണ് ചെന്ന് ഡോറ് തുറന്നു കൊടുക്കുന്നത്. അപ്പം അമ്മയാണോ എന്ന് ചോദിക്കും. എന്നിട്ട് ബബിത അങ്ങ് അകത്തേക്ക് കയറി പോകും കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി വന്ന് കാണുമ്പോൾ തന്നെ അലീനേനെ വിളിച്ചിട്ട്, അലീന ചേച്ചി അമ്മ വന്നിട്ടുണ്ട് ചായ എന്ന് പറയും. അപ്പോഴേക്കും വൈജയന്തി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇന്ന് കുറച്ച് നേരത്തെയാണല്ലോ എന്താണെന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ ചോദിക്കുക. അപ്പോൾ അതിന് വൈജയന്തി ഒന്നും മറുപടി പറയുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ചോദിച്ചാൽ റിയാക്ട് ചെയ്താലേ എന്ന് ചോദിക്കും കേട്ടോ. എനിക്ക് സൗകര്യമില്ല, നീ കൊണ്ടുപോയി കേസ് കൊടുക്കുമെന്ന് വൈജയന്തി പറയും. അത് കഴിഞ്ഞ് കൃഷ്ണമോളോട് നിനക്കിന്ന് ട്യൂഷൻ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളും ഉണ്ടെന്നില്ല കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് പറയാൻ മനസ്സില്ല, അമ്മ പോയി കേസ് കൊടുക്കുക എന്ന് പറയും. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ എന്നോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണോ എന്നൊക്കെ വൈജയന്തി ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന ചായയൊക്കെ കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു വൈജയന്തിക്ക്. എന്നിട്ട് ചായ തണുത്ത് പോകുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ആകെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു, മാഡം വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ മറ്റന്നാൾ പോയിക്കോളാം. എനിക്ക് കുറച്ച് തുണികൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ നാളെ തന്നെ പോകാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്നിട്ടാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായത്, അപ്പോൾ എല്ലാ തെറ്റും ഞാൻ അങ്ങ് ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അലീന പോകാൻ തന്നെ പറയുന്നുണ്ട്. കൃഷ്ണമോൾക്ക് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്ര സാറാണെങ്കിലും എൻ്റെ അക്കൗണ്ടിലേക്ക് 1,85,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഒരു കോമ്പൻസേഷൻ എന്ന നിലയിൽ എന്ന് പറയുമ്പോൾ വൈജയന്തി പറയാണ്, അതിന് കോമ്പൻസേഷൻ എന്നല്ല പറയാം, മറ്റെന്തെങ്കിലും പേര് പറയുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ മാഡം തന്നെ പറയും, പിന്നെ എന്താ അതിന് പേര് പറയാമെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ രോഹിത് ആണെങ്കിലും അലീനനെ ഇങ്ങനെ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ കത്രിക എടുത്ത് കുത്തി, അപ്പോൾ അതിന് പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, അതിൻ്റെ ഇതിലല്ലേ കോമ്പൻസേഷൻ തന്നതെന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കൃഷ്ണമോളും ബബിതയ്ക്ക് ഈ കാര്യം അറിയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് എന്തായാലും ആ പണം വേണ്ട, ഞാൻ ഇങ്ങനെ മാഡത്തിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ആ പണം ഇട്ട് തരാമെന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ അലീന പോകാൻ തീരുമാനിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് വൈജയന്തി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണമോളോടും ബബിതനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇനിയിപ്പോൾ രോഹിയുടെ കാര്യത്തിൽ നിങ്ങൾ അലീനയോടൊന്നും ചോദിക്കാനൊന്നും പോകണ്ട, അത് കഴിഞ്ഞു പോയ കാര്യമാണ് എന്ന് പറയും. അലീന എന്തായാലും ഇവിടുന്ന് പോവാണല്ലോ, അപ്പം നമുക്ക് അവളെ ഫേസ് ചെയ്യേണ്ടിയും വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാലും കുറ്റം ചെയ്തവർക്ക് ശിക്ഷയില്ല, കുറ്റം ചെയ്യാത്തവരാണല്ലോ ശിക്ഷിക്കപ്പെടുന്നതെന്നൊക്കെ കൃഷ്ണമോള് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രോഹിനെ അടിച്ച കാര്യമൊക്കെ വൈജയന്തി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹരീനെ ആണെങ്കിലും റൂമിലിട്ട് മനു നന്നായിട്ട് തല്ലിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്നോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ശിക്ഷ മതിയോ എന്നൊക്കെ കൃഷ്ണമോള് വൈജയന്തിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ചോദ്യം വേണ്ട, ഉത്തരം വേണ്ട എന്നാണ് വൈജയന്തി അവരോട് പറയുന്നത്. അത് കഴിഞ്ഞ് കൃഷ്ണമോള് അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ പോകുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വൈജയന്തി തന്നെ അലീനയോട് പോകാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ കൃഷ്ണമോളോട്. മോളുടെ അമ്മ തന്നെയാണ് എന്നോട് ഇവിടുന്ന് തനിയെ പിരിഞ്ഞു പോകാനായിട്ട് പറഞ്ഞത്, ഞാൻ വന്ന ശേഷമാണ് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അമ്മയാണ് ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ കൃഷ്ണമോൾ പറയുന്നുണ്ട്. ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ അമ്മ ഞങ്ങളുടെ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല, അതുപോലെ തന്നെ അച്ഛനാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചി പോയാൽ ഏതെങ്കിലും കുറച്ച് കള്ളത്തരമുള്ള ഏതെങ്കിലും ഒരു ജോലിക്കാരീനെ അമ്മ ഇങ്ങനെ വെക്കും, അതാണ് അമ്മ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അതാവുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഇങ്ങനെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അതിന് മാഡം ഇങ്ങനെ പരദൂഷണം പറയുന്നത് കേൾക്കാനായിട്ട് ഇരുന്ന് കൊടുക്കുമെന്ന്. അപ്പോൾ അതൊക്കെ അമ്മ നിൽക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ചേച്ചിക്ക് ഇല്ലാത്ത സ്വഭാവം അത് തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം നീയും ഇപ്പം അതന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമ്മയുടെ കുറ്റമല്ലേ പറയുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ചേച്ചി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ചേച്ചീനെ നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ അലീന തിരിച്ചും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നല്ലൊരു അനിയത്തിനെ നഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രനാണെങ്കിലും വൈജയന്തിയുടെ ഭൂതകാലമൊക്കെ തേടി പോകുന്നുണ്ട് കേട്ടോ.
എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പിന്നിൽ സത്യം ഉണ്ടോയെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം അന്വേഷിച്ച് പോകുന്നതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈജയന്തിയും അലീനയൊക്കെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുമുണ്ട്. ബാലേന്ദ്രൻ വീട്ടിൽ നിന്ന് അത്രയും തകർന്നാണല്ലോ ഇറങ്ങിപ്പോയത്. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അലീന മനുവിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ പ്രശ്നമാണോ എന്നൊക്കെ ഇങ്ങനെ മനു ചോദിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാം അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ബാലേന്ദ്രൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് വൈജയന്തിനോട് ഇങ്ങനെ മുഖത്ത് നോക്കി തന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അലീനയാണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അലീനയുടെ നേരെ ഇങ്ങനെ ബാലേന്ദ്രൻ്റെ കയ്യിൽ ഒരു പിസ്റ്റൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അലീനയുടെ നേരെയും പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.